മദ്രസകൾക്ക് മാലിന്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത് യുവറാക്കളല്ലേ? ഒരു മാലിന്യം റേഞ്ച് യോഗത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്റെ പുറമെ നമ്മൾ വിട്ടു കൊടുക്കണം. ഇഷ്ടം പോലെ അവർ കോഴിക്കോട്ട് യോഗത്തിൽ ചേളാരി യോഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തരുന്ന വൗച്ചറിൽ ഒപ്പിട്ട് സെക്രട്ടറി കാശ് കൊടുക്കുന്നതല്ലാതെ ഞാൻ തടി വെച്ചിലാക്കും. ചില ആളുകളുടെ ബുദ്ധി കാരണമായി കൊണ്ട് തുരപ്പൻ പണിയെടുക്കുന്ന ഈ പണിയുണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ സമയമായി. ഷാഫിയുടെ മുമ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു യോഗം ചേർന്നു എന്ന വാർത്ത പുറത്തു വന്നു. ആ രീതിയിലാകുമ്പോൾ ചതിക്കാൻ പാടില്ല, പാര വെക്കാൻ പാടില്ല, തുരപ്പം പണിയെടുക്കാൻ പാടില്ല, തിരിപ്പുണ്ടാക്കാൻ പാടില്ല. ആലിമീങ്ങളുടെ ഒരു പ്രൗഢിയും ഉലമാവിന്റെ ഒരു പ്രൗഢിയും ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിൽ മായം കലർത്തരുത്. കലർത്തിയാൽ തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കാനുള്ള സംഘബോധം ഈ ഉമറാക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ കേരളക്കാരായ ആൾക്കാർ സിറാത്തുൽ മുസ്തഖീം എന്ന ശരിയായ പാതയ്ക്ക് എതിരെ നിൽക്കുന്ന കുറെ ആളുകൾ അനുഭവിക്കും. മുനാഫിഖ് ഉണ്ട് ഏറ്റവും മോശം. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഒപ്പം നിൽക്കും ചെയ്യും, എന്നാല് കുത്തക്കടൊക്കെ കാട്ടും ചെയ്യും. അങ്ങനത്താണ് ഈ മുനാഫിക്കുകാരാണ്. അങ്ങനെ പലതും ഉണ്ടാവും. മുനാഫിക്കങ്ങളുടെ ഔദ്യോഗിക മുനാഫിക്കങ്ങളല്ലാത്ത മുനാഫിക്ക് എന്ന് പറയാം. അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ പറഞ്ഞാല്. അയാൾ മരണപ്പെട്ടപ്പോ നബിതങ്ങൾ എന്തായാലും വരൂലെന്ന് സഹാബത്ത് ഉറപ്പിച്ചിട്ട് വേഗം കുളിപ്പിച്ചങ്ങാണ്ട് ഫർള് വീടാൻ വേണ്ടി നിസ്കരിച്ചു. കാരണം 5 വക്തിനും പള്ളിക്ക് വരുന്ന ആളാണ്. അപ്പൊ പിന്നെ ഫർള് വീടാൻ വേണ്ടി നിസ്കരിച്ചേണ്ടി വരുമല്ലോ. അങ്ങനെ നിസ്കരിച്ചു. മറവിയാൻ വേണ്ടി കബർക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ മുത്തുനബി ഓടി വരുന്നത് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കബർക്ക് ഇറക്കാന്ന് കണ്ടേക്കിന് വേഗം കബർക്കണ്ട് ഇറങ്ങി നിന്നിട്ട് കാലിന്റെ തുടമ്മക്ക് മയ്യത്ത് വാങ്ങി വെച്ചിട്ട് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ടൊന്ന് പുതച്ചു കൊടുത്ത് കബറിൽ വെച്ച് മൂടലിലേക്ക് വെച്ച് മറവ് ചെയ്ത് പോകുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരായത്ത് ഓതി കൊടുത്തു. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. അയാൾക്ക് പൊറുക്കണം നിങ്ങൾ 70 വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അയാൾക്ക് പൊറുക്കൂല എന്ന ആയത്തിറങ്ങി. അപ്പൊ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. എല്ലാ സമയത്തും ഇത് മൗനം പാലിക്കാൻ കഴിയില്ല. നിങ്ങൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ, നിങ്ങളുടെ ചില സ്വന്തമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്നത്, അതിന് ഏതറ്റം വരെ ക്ഷമിക്കേണ്ടി വന്നാലും ക്ഷമിക്കാൻ മാനേജ്മെന്റ് തയ്യാറായി നിൽക്കുമ്പോ അതിനപ്പുറത്തേക്ക് വീണ്ടും നിങ്ങൾ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാറായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സദസ്സ് നിങ്ങളോട് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഞാൻ നാസർ ഫൈസി കൂടത്തായിയാണ്. ഇന്ന് ജനുവരി 5-ാം തീയതി എൻ്റെ വീട്ടിൽ നാട്ടുകാരായ BJPയുടെ കുറച്ച് നേതാക്കളും മറ്റും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. ശേഷം പോവാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കയ്യിൽ അവർ ലഘുലേഖ വെച്ച് നീട്ടി. അത് വാങ്ങുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ശരിക്കും നിരസിക്കേണ്ടതായിരുന്നു. എന്നാൽ എനിക്കതിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു നിലക്കും അതിനെ ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ അപരാധത്തിൽ മതേതര ഇന്ത്യയോടും പ്രത്യേകിച്ച് എൻ്റെ സംഘടനാ സുഹൃത്തുക്കളോടും പ്രവർത്തകരോടും ഞാൻ നിർവ്യാജം മാപ്പ് ചോദിക്കുകയാണ്. ഇതുമൂലം എൻ്റെ സംഘടനക്കും പ്രസ്ഥാന ബന്ധുക്കൾക്കും വലിയ പ്രയാസമുണ്ടാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെ ഇരിക്കണം? ആ ഉസ്താദുമാർ അവർ സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരാവണം. ഞാനെന്നല്ല നാസർ ഫൈസിന്റെ കൊടുത്തല്ലോ, അതായിരുന്നു. അത് നിങ്ങൾ ഈ സമസ്ത എന്നുള്ള പേരിൽ അത് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അത് ആരെങ്കിലും ആളുകൾ സമസ്തന്റെ പേരിൽ കൊടുത്താലോ എന്ന് കൊടുക്കുക. നാസർ ഫൈസ് തന്നെ സമസ്തന്റെ പിന്നെ ആ നിലക്ക് പ്രതികരിക്കാൻ പറ്റിയ ആളുകളിൽ പെട്ട ആളല്ലല്ലോ. അപ്പൊ അയാൾ കണ്ട് സമസ്ത എന്നുള്ളത് നിലക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഒരു നിലപാടും നയമൊക്കെ ഉണ്ട്. അതിന് ചില നിലക്കുള്ള വ്യതിയാനം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളെ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും സമസ്ത എന്ന് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് ആ എഴുത്ത് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള എഴുത്ത് എല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലരും സമസ്ത എന്ന് പറഞ്ഞ് ഒരാളെ നിങ്ങൾക്ക് കിട്ടും സമസ്തനോട് ബന്ധപ്പെട്ട്. എന്നിട്ട് പോകാൻ സമസ്ത എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥാനത്ത് മദ്രസയുടെ സ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തിന് നേരെയും മുസ്ലിം ലീഗിന് നേരെയും തുരപ്പം പണിയെടുക്കുന്ന രീതി അതാരായിരുന്നാലും ശരി മദ്രസ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണ്ട. സാദിഖലി തങ്ങള് ഈ ഓണപ്പാട്ട് പാടുന്ന വീഡിയോ അല്ലേ, അതൊന്നും എനിക്ക് സ്വകാര്യമായിട്ടുണ്ടാവും വേറൊരു ഗ്രൂപ്പിൽ കൂടെ.
അതുപോലെ മൂപ്പര ക്ഷേത്രത്തിൽ എന്തോ പോകുന്നു, എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ. ഒരു കാലിന്റെ കുടുംബത്തിന് ചേരാത്ത പണി ചെയ്യുന്നത് ഇഷ്ടം പോലെ മുഅല്ലിം സ്ഥാനത്തിരുന്നിട്ട് മദ്രസയുടെ സ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ട് പാലക്കാട് കുടുംബത്തിന് നേരെയും മുസ്ലിം ലീഗിന് നേരെയും തുരപ്പം പണിയെടുക്കുന്ന രീതി അതാരായിരുന്നാലും ശരി മദ്രസ സ്ഥാനത്തിരുന്നുകൊണ്ട് വേണ്ട. താമരശ്ശേരി വന്നതിന് ശേഷം കുടുത്തായി വന്നതിന് ശേഷം ഞാൻ താമരശ്ശേരി ഒരു പരിപാടിക്ക് പോയി, നന്മ കോരങ്ങാട്. അത് ശിഹാബ്ദങ്ങളുടെ പേരിലുള്ള ഒരു ചാരിറ്റി സംഘടനയാണ്. ഒക്കെ ലീഗാര പരിപാടിയാണ്, ഫുള്ള് ലീഗാരാ. ഞാനൊരു ആശംസക്ക് വേണ്ടി എന്നെ വിളിച്ചിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് ലീഗിൻ്റെ ആൾക്കാരൊക്കെ എം റസാഖ് മാഷ്, ജമീലാബദീൻ തങ്ങൾ, അഷ്റഫ് കോരങ്ങാട്, ഇവരൊക്കെ തങ്ങളെ ഈ സംസാരം ഇങ്ങനെ എനിക്ക് കാണിച്ചു തരിക. ഞാനൊന്നും മിണ്ടിയില്ല. കാണിച്ചു തന്നതിന് ശേഷം ഓല് തന്നെ പറയാ, ഈ തങ്ങൾ ഇത് പാണക്കാട് തങ്ങന്മാർ പറയിപ്പിക്കുന്ന തങ്ങളാണല്ലോ, ഇയാൾക്ക് ഈ മിണ്ടാന്നൂടെ, ആള് കാണാൻ ആള് അടിച്ചിട്ട് റൂമിൽ നിന്ന് TV കണ്ടോട്ടെ, ഇതിങ്ങനെ പറഞ്ഞിട്ട് വെറുതെ ഒരു ഇതാക്കുക. ഇവരൊക്കെ പറയിപ്പിക്കുന്ന സമുദായത്തിനെ ഓല് തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞെടുത്ത് നിന്നാൽ മതി, അതിലപ്പുറം പറയാൻ പോകേണ്ട കാര്യമില്ല, വെറുതെ അതിനെയും കൂടി എതിർക്കാൻ നിൽക്കണോ? അപ്പം പറഞ്ഞത് ശരിയല്ലേ, എന്താ ഇപ്പോൾ ഇതിനൊക്കെ എതിർക്കുന്നത്? ഇവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. ഈകാരുടെ തന്നെ ഇയാൾ വെറും ചാറായിക്കുക. അവർ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ സംഘശക്തിയായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിന് ഭാരതത്തിനവരാവാൻ പാടില്ല. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ TP അഷ്റഫ് അലിയെ സംബന്ധിച്ചിടത്തോളവും സമസ്ത ജമിയത്തുലമയുടെ പ്രവർത്തകർക്കും അതിന്റെ നേതാക്കന്മാർക്കും നേരത്തെ ചില പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. TP അഷ്റഫ് അലി കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കരുവാരക്കുണ്ട് സീറ്റിൽ മത്സരിച്ച സമയത്ത് സമസ്ത ജമിയത്തുലമ അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും TP അഷ്റഫ് അലി ശരീഅത്ത് വിരോധിയായി എന്നതിന്റെ പേരിൽ ശരീഅത്തുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ സമസ്ത പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. മഹാഭൂരിപക്ഷം വോട്ട് കിട്ടിയ TP അഷ്റഫ് അലിക്ക് കേവലം 2000, അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമായ ആ സ്ഥലത്ത് കേവലം 2000 ഭൂരിപക്ഷത്തിന് മാത്രമാണ് TP അഷ്റഫ് അലി തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് ജനങ്ങളുടെ പ്രതികരണമാണ്. അവർ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ സംഘശക്തിയായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിന് ഭാരതത്തിനവരാവാൻ പാടില്ല. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, തെരഞ്ഞെടുപ്പിന്റെ ഈ തിക്തഫലം അനുഭവിച്ച പരാജയത്തിന്റെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയട്ടെ, ഈ ചർച്ചയിൽ SKSFനെ കുറ്റപ്പെടുത്താനും സുപ്രഭാതത്തിന്റെ പരസ്യത്തെ ആക്ഷേപിക്കാനുമാണ് മോഹമെങ്കിൽ ഉള്ള തരിമണ്ണും നഷ്ടപ്പെടുന്ന അവസ്ഥ എനിക്ക് വരും. നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കപ്പെടുന്ന ഉസ്താദുമാർ, ആ ഉസ്താദുമാർ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളവരാവണം. അവർ കമ്മ്യൂണിസത്തിന്റെ പാലം പണിയുന്നവരാവാൻ പാടില്ല. അവർ കമ്മ്യൂണിസത്തിന്റെ അനുകൂലമായി നിൽക്കുന്നവരാവാൻ പാടില്ല. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. CPM ഈ രംഗത്ത് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസത്തിന്റെ പാലം പണിയാൻ വേണ്ടി തലക്കെട്ട് കെട്ടി നടക്കുന്ന ചില ആളുകൾ ചില യോഗങ്ങളിലെല്ലാം വന്നുകൊണ്ട് മുഷാവറയിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അജണ്ട പോലും നടപ്പാക്കാൻ പറ്റാത്ത പ്രതിസന്ധി മൂലമായി ഉണ്ടാകുന്നുണ്ട്. CPMന്റെ സെമിനാറിൽ സമസ്തയുടെ പ്രതിനിധി പങ്കെടുക്കും. ഞങ്ങൾ പറയുന്നത് CPMന്റെ പരിപാടികളോട് സഹകരിക്കുക, കോൺഗ്രസിന്റെ പരിപാടികൾ സഹകരിക്കുക, ലീഗിന്റെ പരിപാടികൾ സഹകരിക്കുക എന്നാണ്. അതിനപ്പുറത്ത് അതിനൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമേ ഇല്ല. തലച്ചോറ് നായിന്നാലേ പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾ ഏതെങ്കിലും ആളുകളുടെ ചട്ടുകത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ പാടില്ല. ആ ഉലമാരുണ്ടാക്കാൻ ഒരു കാരണമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പറഞ്ഞു. ഇനി ഉമറാക്കളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സമസ്തയുടെ മുഷാവറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തിരുത്താനും വേഗതപ്പെടുത്താനും നേരാവണ്ണം പോകാനും പറയാൻ സമയമാണ്. നിങ്ങൾ പറയണം. അതിനാണ് നിങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്.